ഇന്ന് വന്നിട്ടുള്ളതൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. നമ്മൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം കൂടിയാണ് കേട്ടോ. വായിലിട്ടാൽ കലിഞ്ഞിറങ്ങുന്ന അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോടൊക്കെ മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനോടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗളും ഒരു അരിപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ടുള്ള അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് ഊറ്റി പോകാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാനിവിടെ 2 കപ്പ് തൈരാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തൈരിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇത്രത്തോളം നൈസായിട്ടുള്ള അരിപ്പ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കോട്ടൻ്റെ ക്ലോത്തിൽ ഇതുപോലെ കെട്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഫുള്ളായിട്ട് ആ വെള്ളം ഉറ്റിയിട്ട് പോവേ അല്ലേ. ഇപ്പം തന്നെ ഇതിലേക്ക് ഇങ്ങനെ ഉറ്റിയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ 2 കപ്പ് തൈരാണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നങ്ങ് മെൽറ്റായിട്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് സിമ്മിലോട്ട് മാറ്റിയിട്ട് അതൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ പഞ്ചസാര ഏകദേശം ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സൈഡിലൊക്കെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മെൽറ്റായി വരുന്നതോട് കൂടിയിട്ട് സിമ്മിലോട്ട് മാറ്റിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇത്രയും കളർ ചേഞ്ച് ആയിട്ട് വന്നാൽ മതി. വല്ലാണ്ട് അങ്ങ് ഡാർക്കാവാൻ നിൽക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ആ ഒരു റെസിപ്പിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചൂടുള്ളതോ ചൂടില്ലാത്ത ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 1 കപ്പ് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം സിമ്മിലാക്കിയിട്ടൊക്കെ വെച്ചിട്ട് ഒക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു പാൽ ഒഴിക്കുന്നതോട് കൂടിയിട്ട് അതൊന്നങ്ങ് ക്രിസ്റ്റലായിട്ട് കട്ട കുത്തിയിട്ട് വരും കേട്ടോ. പക്ഷേ അത് ചൂടാവുന്നതോട് കൂടിയിട്ട് അങ്ങനെ മെൽറ്റായിട്ട് വരും. ഇനിയിപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്ക് അത് നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് അങ്ങനെ ഇളക്കിയെടുത്താൽ മതിയേ. അപ്പോൾ അത് ഫുള്ളായിട്ട് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ആ ഒരു പഞ്ചസാര മൊത്തം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഒരു 3 കപ്പ് പാലും കൂടിയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൽ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഞാൻ അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണേ. ടോട്ടലായിട്ട് നമ്മളിതിലേക്ക് 4 കപ്പ് പാൽ, അതായത് 1 ലിറ്റർ പാലാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു 4 കപ്പ് ഉള്ളത് ഒരു 3 കപ്പായിട്ട് ഒന്നിങ്ങനെ കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒന്നിങ്ങനെ കുറുകി വരാനാവുമ്പോൾ നമുക്ക് മധുരം കുറച്ചും കൂടെ വേണ്ടി വരും കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇട്ടത് മാത്രം മതിയാവില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമുക്കൊന്നും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഒരു മീഡിയം മധുരം ഉണ്ടാവും. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് അതിൽ കിടന്ന് മെൽറ്റായിട്ട് ഒന്നും കൂടെ അങ്ങ് കുറുകി വരട്ടെ കേട്ടോ. കുറച്ച് ടൈം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം പാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ നല്ലപോലെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല കട്ടിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 കപ്പൊക്കെ ആയി ചുരുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഫുള്ളായിട്ട് അങ്ങ് തണുക്കാനായിട്ട് വെക്കരുത്. ഒരു മീഡിയം ചൂട് വേണം കേട്ടോ. നമുക്ക് ആ ഒരു ടൈം വരെ ഇതൊന്ന് വെക്കണേ. ഏകദേശം ഒന്ന് ഇങ്ങനെ തണുത്ത് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടെ അങ്ങ് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അതിലെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പാലക്കട്ട് കുത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അതുപോലെ അങ്ങ് അരിച്ചെടുക്കാം. ആണല്ലേ. അപ്പോൾ ഇതിൽ തന്നെ കുറഞ്ഞ അളവിൽ ഇങ്ങനെ എന്തൊക്കെയോ തരിയായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് തൈരിൽ വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, അതിൽ ഫുള്ളായിട്ട് ആ വെള്ളം പോയിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം നമുക്ക് ആവശ്യമായിട്ടില്ല. അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു കട്ടയായി നിൽക്കുന്ന തൈരാണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പാലിൻ്റെ മിക്സ് കുറേശ്ശെ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നേരെ ചൂടോട് കൂടിയിട്ട് വേണ്ട നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ സെറ്റായിട്ട് കിട്ടൂല. അപ്പോൾ അത് ഒരു മീഡിയം ചൂട്, നല്ല ചൂടല്ല, ഒരു മീഡിയം ചൂട്, നമുക്ക് കൈ കൊണ്ടൊക്കെ തൊട്ടാൽ ഇങ്ങനെ ചൂടുണ്ടാവില്ല, അതുപോലെ വേണം കേട്ടോ. അങ്ങനെയുള്ള ആ ചൂടോട് കൂടിയിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ ബാക്കിയുള്ള പാലും അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 കപ്പ് ഒഴിച്ചു കൊടുത്തു. എന്താ മൂന്നാമത്തെ കപ്പിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളൊക്കെ ഏകദേശം ഒരു 2.25 മേലെ കണ്ടിട്ടുള്ളൂ കേട്ടോ പാല്. അതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്ത് ബാക്കി നന്നായിട്ട് അങ്ങ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് നമ്മൾ കുറുക്കിയെടുത്തപ്പോൾ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെറ്റാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മൺപാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടും സെറ്റാക്കി എടുക്കുക കേട്ടോ. നോർമലി അവർ ഇതുപോലുള്ള ഇതൊരു ബംഗാളി സ്വീറ്റാണ്. അപ്പോൾ അവരിതുപോലുള്ള ഈ ഒരു മൺകുടുക്കയിലൊക്കെയാണ് കേട്ടോ സാധാരണ ചെയ്ത് വെക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് 2 കുടുക്കയിലും ഞാൻ അതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 7 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം കേട്ടോ. നമ്മൾ തൈരൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. ഒരു 7 മണിക്കൂർ ഞാനിത് ഒരു ക്ലീൻ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 7 മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും നന്നായിട്ടിത് സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ അത്രയും ടൈം ഇരിക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്തൊക്കെ വെച്ച് കവർ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈവനിങ് ആകുമ്പോഴത്തേന് നമുക്ക് സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതാ ഞാനിതൊരു 7 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ക്ലീൻ റാപ്പൊക്കെ അങ്ങ് എടുത്ത് ഒഴിവാക്കാം. കണ്ടില്ലേ, നല്ല പോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അതങ്ങനെ ഇളകുന്നൊന്നുമില്ല, കണ്ടോ, നല്ല ഉറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു ക്ലീൻ റാപ്പും അങ്ങ് ഒഴിവാക്കി കൊടുക്കാം. രണ്ടും നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്തെടുക്കട്ടെ. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിന് വേണ്ടി മാത്രം ചെയ്തെടുത്തു എന്നുള്ളൂ, ഒട്ടും നിർബന്ധമൊന്നുമില്ല. ഇനി ഞാൻ കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെയുണ്ട് എടുക്കുമ്പോൾ എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂറോളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വായിലിട്ടാലൊക്കെ ഇങ്ങനെ അലിഞ്ഞിറങ്ങുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ. മസ്റ്റായിട്ടൊന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.